ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിക്സഡ് അച്ചാർ ഉണ്ടാക്കി നോക്കട്ടെ നമുക്ക്. ഫസ്റ്റ് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കടുക് കൂടി മിക്സിയിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. വെള്ളം ചേർക്കാതെ ചട്ടടുപ്പത്ത് വെച്ച് നല്ല എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിരുന്നു കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയാൽ നമുക്ക് അരപ്പ് ഉണ്ടാക്കി വെച്ചില്ല, അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണ്ടത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അല്പം കായപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ. ഇതിനകത്ത് അച്ചാറും പൊടിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. സെപ്പറേറ്റ് അച്ചാറും പൊടി വാങ്ങിയിട്ടുണ്ട്, ആവശ്യമൊന്നുമില്ല. നമ്മളെ കായപ്പൊടിയും ഉലുവ വറുത്ത് പൊടിച്ചതൊക്കെ തന്നെ ചേർത്താൽ തന്നെ മതി കേട്ടോ. അതൊക്കെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി സിമ്മിലിട്ട് തിളപ്പിച്ചെടുക്കുക. എണ്ണ തെളിയുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. നന്നായി തിളപ്പിച്ചെടുക്കുക. എണ്ണ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ പീസ് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ മാങ്ങ, ക്യാരറ്റ്, പപ്പായ, മാങ്ങഞ്ചി ഇതൊക്കെ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം വെന്ത് പോവാതെ വെച്ച് കൊടുക്കുക കേട്ടോ. അത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അല്പം സുർക്ക വേണമെങ്കിൽ ചേർക്കുക. സുർക്ക ചേർക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. സുർക്ക ചേർക്കാതെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അടിപൊളിയായിട്ടില്ല അച്ചാർ റെഡിയായിട്ട് ഞാൻ കുറച്ച് നേരം ആകുമ്പോൾ മാറ്റി വെക്കുമ്പോൾ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാനായിട്ട് ഇട്ടത് റെഡി ആയിട്ടുണ്ട് കണ്ടോ. പിറ്റേ ദിവസമായപ്പോൾ നല്ല അടിപൊളിയായിട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ചോറുണ്ണാൻ വേറൊരു കൂട്ടാൻ തന്നെ വേണ്ടെങ്കിൽ അച്ചാർ ഉണ്ടാക്കിയാൽ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.